അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കും നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറടങ്ങൾ അല്ലാഹു തആല സന്തോഷത്തിലാകട്ടെ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു തആല നൽകട്ടെ. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു തആല ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 4 കാര്യങ്ങൾ. അതിലൊന്ന്, ഇസ്ലാം വന്നിട്ടുള്ളത് ജാഅൽ ഇസ്ലാമു ബി ഇജ്തിസാസി കസീറൻ മിനൽ ആദാത്തിൽ ജാഹിലിയ്യത്തിൽ മുൻകർ. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുൻകറത്തായ വളരെ മോശപ്പെട്ട വൃത്തികെട്ട തിന്മകൾ, അതിനെ എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഇസ്ലാം വന്നിട്ടുള്ളത്. അത് ഒരു ദിവസം കൊണ്ട് ഇല്ലായ്മ ചെയ്തതല്ല. വളരെ ഘട്ടം ഘട്ടമായി സമയം എടുത്ത് അത് ഇസ്ലാം ഓരോന്നും പരിശോധിക്കുകയും എല്ലാം പരിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാം ജാഹിലിയത്തിലെ മുൻകറാത്തുകൾ. രണ്ടാമത്തത്, അതിൽപ്പെട്ട ഒരു കാര്യമാണ് വമിൻ ദാലിക അന്നഹു ഔസാ ബിൽ ബനാതി. പെൺമക്കളുടെ കാര്യത്തിൽ ഇസ്ലാം പ്രത്യേകമായ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. പ്രത്യേകമായി വസിയത്ത് തന്നെ നൽകിയിട്ടുണ്ട്. വസിയത്ത് സാധാരണ ഉപദേശത്തെക്കാൾ കട്ടിയുള്ള ഉപദേശങ്ങളാണ്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വസിയത്ത്. വസിയത്ത് തന്നെ നൽകിയിട്ടുണ്ട് ബിൽ ബനാതി, പെൺമക്കളുടെ കാര്യത്തിൽ. വഹറമ വഅദഹുന്ന വഖത്ലഹുന്ന, അവരെ ഉപദ്രവിക്കുന്നതും അവരെ കൊന്നുകളയുന്നതും ജാഹിലിയത്തിൽ ഒരു ശീലമായിരുന്നു. അത് ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട്. പെൺമക്കളെ പരമാവധി ഉപദ്രവിക്കലും അവരെ പരിരക്ഷിക്കാതിരിക്കലും വേണ്ടി വന്നാൽ അവരെ ജീവനോടെ കുഴികുത്തി മൂടലും ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ആചാരങ്ങളാണ്. ആരാലും എതിർക്കപ്പെടാതെ എല്ലാവരും അംഗീകരിച്ചിരുന്ന ആചാരങ്ങളാണ്. അതിനെ എല്ലാം ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ആ പെൺമക്കൾക്ക് വേണ്ടി ചോദിക്കാൻ ഒരു നവോത്ഥാന നേതാവും ഒരു മതവും ലോകത്തുണ്ടായിരുന്നില്ല. അവിടെ ഇസ്ലാം വന്ന് ചോദിക്കപ്പെടും. അത് ആ പെൺകുട്ടി ചോദിക്കപ്പെടും അല്ലാഹുവിന്റെ മുമ്പിൽ. വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ പിഞ്ച് പൈതലാകുന്ന ഈ പെൺകുട്ടി അത് ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടത്? എന്ത് തെറ്റാണ് ആ പെൺകുട്ടി ചെയ്തത് എന്ന് അതിനോട് ചോദ്യം ചെയ്യപ്പെടും. ആരുടെ സാന്നിധ്യത്തിൽ? സമൂഹത്തിന്റെയും അതിന്റെ പിതാവിന്റെയും സമൂഹത്തിലെ വലിയ പരിഷ്കരണ നായകന്മാരുടെയും സാന്നിധ്യത്തിൽ അല്ലാഹു തആല ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെ പല തരത്തിൽ അത് ഇസ്ലാം ഇല്ലാതാക്കിയിട്ടുണ്ട്. മൂന്നാമത്തേത് വബദറ ഫി ഖുലൂബി അത്ബാഇ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. റസൂലും ഇസ്ലാമും ഖുർആനും ഉണ്ടാക്കിയിട്ടുണ്ട് പെൺമക്കളോട് എന്ത്? അൽ മവദ്ദത വറഹ്മ ലഹുന്ന. പെൺമക്കളോട് പ്രത്യേകമായ മവദ്ദത്തും പ്രത്യേകമായ റഹ്മത്തും അവരോട് കാണിക്കണം എന്ന് റസൂലിനെ പിൻപറ്റുന്നവരുടെ ഹൃദയങ്ങൾക്ക് പ്രത്യേകമായ ബോധനങ്ങൾ നൽകിയിട്ടുണ്ട്. 3. നാലാമത്തത് വഅദ അലൽ ഇഹ്സാനി ഇലൈഹിന്ന, അവരെ ഏറ്റവും നല്ല ഇഹ്സാൻ, ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ഇഹ്സാൻ, നന്മകൾ അവർക്ക് ചെയ്തു കൊടുക്കണമെന്നും മാത്രമല്ല വതർബിയതിഹിന്നൽ ഖൈറ കുല്ലഹു, അവരുടെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും തർബിയത്ത് നൽകണമെന്നും മാതാപിതാക്കൾക്ക്, സമൂഹത്തിന് ഇസ്ലാം, ഖുർആൻ, പ്രവാചകൻ പ്രത്യേകമായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. വളരെ ശ്രദ്ധയോടുകൂടി ഉണ്ടാവണം. ആരും അതിൽ ചാരിയിരിക്കുന്നത് ഗൗരവത്തോടുകൂടി തിരിക്കുക, തിരിഞ്ഞിരിക്കുക, പരമാവധി കയറിയിരിക്കുക. ഫ്രണ്ടിലാണ് അതിന്റെ ഏറ്റവും വലിയ ഫളലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മൻ ആല ജാരിയതൈനി,
രണ്ട് പെൺമക്കളെ ഒരാള് നോക്കി വളർത്തുകയും നല്ല രീതിയിൽ എങ്കിൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കും, വഹുവ അൽ ജന്ന അവനും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇങ്ങനെ കാണിച്ചു. തന്റെ രണ്ട് വിരലുകൾ ഇങ്ങനെ ചേർത്തി കാണിച്ചു. രണ്ട് പെൺമക്കളെ ഏറ്റവും നല്ല രീതിയിൽ പോറ്റി വളർത്തി കൊണ്ടുവരുന്ന ഒരു വാപ്പയും ഞാനും ഇങ്ങനെയിരിക്കും സ്വർഗത്തിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു എന്തിന് പറഞ്ഞു നമ്മൾ ആലോചിക്കണം. എന്തിനാണ് ഇത് പറഞ്ഞത്, ഇതിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചത് എന്തിന് എന്ന് നമ്മൾ ആലോചിക്കണം. എന്താണ് അതിന്റെ കാര്യം എന്ന് നമ്മൾ ആലോചിക്കണം. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻഫഖ അലൈഹിമാ വഖാമ ബിമുഅനതിഹിമാ അൻഫഖ അലൈഹിമാ അവരുടെ ആ പെൺമക്കളുടെ മേൽ നീ ചെലവഴിച്ചു കൊണ്ടിരിക്കുക. വഖാമ ബിമുഅനതിഹിമാ അവർക്ക് എന്താണ് വേണ്ടത് എന്ന ആ മൂലത്തിൽ നീ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്റെ മോൾക്ക് എന്താണ് വേണ്ടത്, എന്റെ മോൾക്ക് എന്താണ് വേണ്ടത് എന്ന് മോളുടെ കാര്യത്തിൽ, മകളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ആ രണ്ട് പെൺമക്കളുടെ കാര്യത്തിൽ നിന്റെ തർബിയത്ത് ഏറ്റവും നല്ല നിലക്കായിരിക്കുക. പണ്ഡിതന്മാര് പറയുന്നത് മുറാദ് ബിൻതാനി സ്വഗീറത്താൻ, ഇവിടെ ജാരിയത്തേക്ക് എന്ന് പറഞ്ഞത് ബിൻതാനി സ്വഗീറത്താനി ലഹു, രണ്ട് ചെറിയ പെൺമക്കളുടെ കാര്യത്തിൽ പ്രത്യേകമാണ്. അല്ലെങ്കിൽ അതിനേക്കാൾ പൊതുവായതാണ്. കാരണം പെണ്ണ് എന്നുള്ളത്, പെൺമക്കൾ എന്നുള്ളത് ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിന് മുമ്പുള്ള മതങ്ങളിലും ദർശനങ്ങളിലും പെണ്ണ് എന്ന് പറയുന്നത് യാതൊരു വിലയും കിട്ടാത്ത, ഒരു ബഹുമാനിക്കപ്പെടാത്ത, ഏവരാലും അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമായിരുന്നു ഇസ്ലാമിന് മുമ്പ് ജാഹിലിയ ലോകം. ജാഹിലിയ ലോകം മുഴുവൻ ഇതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു. അവരെ ഏറ്റവും നല്ല അഹ്വാലിലേക്ക് നീ എത്തിക്കണം. പെൺകുട്ടിയെ, പെണ്ണിനെ ഏറ്റവും നല്ല അഹ്വാലിലേക്ക് നീ എത്തിക്കണം. എത്രത്തോളമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് അവരുടെ പ്രായപൂർത്തി എത്തുന്നത് വരെങ്കിലും, അല്ലെങ്കിൽ അവരെ വിവാഹിതയാക്കി കൊടുക്കുന്നത് വരെ. കാരണം വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരുടെ ചുമതലയാണ്? പിന്നെ ഭർത്താവ് ആയ ആണിന്റെ ചുമതലയാണ് ഈ പെണ്ണിനെ പോറ്റുക എന്നുള്ളത്, ഭാര്യയെ പോറ്റുക എന്നുള്ളത് ഭർത്താവിന്റെ ചുമതലയാണ്. ഒരു പോറല് പോലും ഏൽക്കാതെ സകല കാര്യങ്ങളും പെണ്ണിന്റെ, ഭാര്യയുടെ, പെൺമക്കളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടത്തുക എന്നുള്ളത് ഭർത്താവിന്റെ ചുമതലയാണ്. അവിടെ ലാഭം നോക്കേണ്ടതില്ല. ഇവിടെ ലാഭം നോക്കി ഒരു മരണം, പ്രസവം അത് വീട്ടിലാക്കുകയും അതിന്റെ പേരിൽ ഭാര്യയും ആ കുട്ടിയും മരിക്കുകയും അതിന്റെ പേരിൽ ദിവസങ്ങളോളം മാധ്യമങ്ങളിൽ ഇപ്പൊ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. ലോകത്തിലെ ഏറ്റവും അന്താരാഷ്ട്ര വിഷയം എന്നുള്ളത് നമുക്ക് ഇന്ന് മാധ്യമങ്ങളിൽ അതാണ്. എന്നിട്ട് അതിനെ ഇസ്ലാമിന്റെ മുകളിൽ വെച്ച് കെട്ടുക, എന്നിട്ട് ഇസ്ലാമിനെ തന്നെ മുഴുവൻ വിമർശിച്ചുകൊണ്ടിരിക്കുക. പ്രവാചകനാണ് അതിന് കാര്യം. പച്ചത്തിൽ എന്റെ മൊബൈലുണ്ട്, പച്ചയായ അസഭ്യങ്ങൾ പ്രവാചകനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ലൈവായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ എന്ന് പറയുന്നത്. മനുഷ്യന്റെ പട്ടിണി മാറ്റലോ മനുഷ്യന്റെ തൊഴിലില്ലായ്മ പരിഹരിക്കലോ ഒന്നല്ല. അതേസമയം നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് 2 ചെറിയ മക്കള്, ഒരു 3 വയസ്സും ഒരു 2 വയസ്സൊക്കെ ഉണ്ടാകുന്ന 2 ചെറിയ മക്കളും അതിന്റെ അച്ഛനും അതിന്റെ അമ്മയും ഇടുക്കിയിൽ ജീവൻ ഒടുക്കി ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ട്? ഇതെന്റെ കയ്യിലുണ്ട് ഫോട്ടോ, ഇതിന്റെ ആ അച്ഛനുണ്ട്, അമ്മയുണ്ട്, 2 ചെറിയ മക്കളും. എന്തുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്തു? എന്താണ് അവരുടെ പ്രശ്നം? എന്താണ് അവരുടെ കുടുംബത്തിനും? ഇതിവിടെ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ല, അതിവിടെ ചർച്ചയില്ല. ചർച്ച എന്താണ്? ഒരു മുസ്ലിമിന്റെ വീട്ടിൽ പ്രസവം,
നടന്നു. അപ്പൊ അതിന് ഉമ്മ മരിച്ചു, കുട്ടി മരിച്ചു. ഇതാണ് ഏകദേശം ഒരാഴ്ചയായി അത് തന്നെ ചർച്ച ചെയ്യുകയും എന്നാൽ അത് ചെയ്തത് തെറ്റാണ്, ശരിയല്ല എന്നിട്ട് അയാളെ കുറ്റം പറയുകയും, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് ഈ സമൂഹം വികസിച്ചിട്ടും റിസ്കുകളായിട്ടും പ്രസവം എന്നുള്ളത് റിസ്ക് തന്നെയാണ്, അതിന് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ആശുപത്രികൾ സൗദിയിലും ഖത്തറിലും കുവൈറ്റിലും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം ഒരുപാട് ആശുപത്രികൾ. ആ ആശുപത്രികളിലെല്ലാം സ്ത്രീകൾ പ്രസവിക്കുന്നു, ഓപ്പറേഷൻ ചെയ്യുന്നു, അങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പണ്ഡിതനും ഗൾഫ് രാജ്യങ്ങളിലോ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലോ ആരും നിങ്ങൾ ആശുപത്രി പോകാൻ പാടില്ല എന്നൊരു ഫത്വ ആരും നൽകിയിട്ടില്ല. കേരളത്തിലെ ഇട്ടാവട്ടത്തുള്ള ഏതാനും ചില ആളുകൾ അവർക്കത് പറയാനുള്ള അവകാശവും കാര്യങ്ങളും അതുണ്ട്. എന്നാൽ അത് പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയട്ടെ, അതിന്റെ പേരിൽ ഇസ്ലാമിന്റെ മേൽ കുതിര കയറി പ്രവാചകനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന അസഹിഷ്ണുക്കളായ, പ്രതികാര ലോകകാരികളായ, ആക്രമണകാരികളായ, വർഗീയ മൂരാഴ്ചകളായ ചില ആളുകളെ കാണാൻ പ്രവാചകൻ എന്ത് കാണിച്ചു? ഇസ്ലാം എന്താ പറഞ്ഞത്? പെണ്ണിനെ പറ്റി, പെൺമക്കളെ പറ്റി, ഭാര്യമാർക്ക് ഭർത്താക്കന്മാര് ചെയ്തു കൊടുക്കേണ്ട കടമകളെ പറ്റി ഇസ്ലാം എന്താ പറഞ്ഞത്? അതല്ല ഇസ്ലാം. നമ്മൾ വരുന്ന ആ വഴിയിലൊക്കെ ഒരുപാട് സ്ത്രീകളുടെ ഫോട്ടോകൾ, പല കടകളുടെയും പല വലിയ ഫ്ലെക്സ് ഒക്കെ ആയിട്ട് ഒരു നൂല് വസ്ത്രം ആ സ്ത്രീകളുടെ ശരീരത്തിലില്ല. ഒരു നൂൽ വസ്ത്രം ആ സ്ത്രീകളുടെ ശരീരത്തിലില്ല. നഗ്നകളായി, ഏകദേശം പൂർണ്ണ നഗ്നകൾ എന്ന നിലക്ക് തന്നെ പല സ്ത്രീകളെയും പച്ചയായി വലിയ ഫ്ലക്സ് അടിച്ച് നമ്മുടെ നാടുകൾ വെച്ചിരിക്കുന്നു. ഇത് ആ പെണ്ണ് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടാതിരിക്കും. ഏതെങ്കിലും ദുനിയാവിൽ ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ തുണിയില്ലാത്ത ഫോട്ടോ നാട്ടുകാരെ മുഴുവൻ കാണുന്ന രീതിയിൽ ഫ്ലക്സ് അടിച്ച് വെക്കണം, ദുനിയാവിൽ ഏതെങ്കിലും പെണ്ണ് ആഗ്രഹിക്കും? ഒരാളും ആഗ്രഹിക്കില്ല. പിന്നെ എന്തുകൊണ്ട് ആ പെണ്ണത് ചെയ്യുന്നു? ആ പെണ്ണിന്റെ ഗതികേട് അവിടെ ഈ പറയുന്ന സഹോദരന്മാർ, ഈ പറയുന്ന ഇസ്ലാം വിമർശിക്കുന്ന സഹോദരന്മാർ ഈ സ്ത്രീകളുടെ വീടുകളിലേക്ക് ചെന്നിട്ട്, സഹോദരി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ എങ്ങനെ തുണി കഴിച്ച് മുതലാളിന്റെ മുമ്പിലും മറ്റവരുടെ മുമ്പിലും തുണി കഴിച്ച് ആടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ തരാം, നിങ്ങൾക്ക് വസ്ത്രം ധരിക്കാനുള്ള വസ്ത്രം ഞങ്ങൾ തരാം എന്ന് ഏതെങ്കിലും അമ്മമാര് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇത് ആ പെണ്ണിന് കുടുംബവും ഒന്നുമില്ലേ? ആ പെണ്ണിന് നാണയില്ലേ? സ്ത്രീകൾക്ക് നാണയില്ലേ? മാനയില്ലേ? ലജ്ജ എല്ലാം ഉണ്ട്. നമ്മള് ഈ പെണ്ണുങ്ങളുടെ ഇറങ്ങുമ്പോ അവിടെ വലത്തോട്ട് വന്നൊരു കട, ആ കടന്റെ മുന്നിൽ ഇതേപോലെ ഒരു ഫോട്ടോ. ആ കട നടത്തുന്ന ആളുടെ ഉമ്മാനെ അതേപോലെ വെക്കോ? അമ്മയെ അതേപോലെ വെക്കോ? ഇല്ല. ഭാര്യയെ അതേപോലെ വെക്കോ? ഇല്ല. സഹോദരിയെ അതേപോലെ വെക്കോ? ഇല്ല. അയാളുടെ മകൾ അതേപോലെ തുണിയില്ലാത്ത ഫോട്ടോ വെക്കോ? ഇല്ല. അപ്പൊ പിന്നെ ഈ ഫോട്ടോ വെച്ചിരിക്കുന്ന ഈ പെണ്ണ് അതൊരാളുടെ ഭാര്യയല്ലേ? അതൊരാളുടെ ഉമ്മയല്ലേ? അമ്മയല്ലേ? ഒരാളുടെ സഹോദരിയല്ലേ? ഒരാളുടെ മകളല്ലേ? ആ അച്ഛൻ അത് സഹിക്കോ? ആ സഹോദരൻ അത് സഹിക്കോ? നിവൃത്തിയില്ലാതെയാണ് ഇവർ ഈ തോന്നിയാസങ്ങൾ ഈ സ്ത്രീകൾ ചെയ്യാൻ നിർബന്ധിതരായത്. അവർക്ക് ഈ 21ാം നൂറ്റാണ്ടിൽ അവർക്കൊരു മോചനം കൊടുക്കണ്ടേ? നല്ലൊരു വസ്ത്രം കൊടുത്തിട്ട് അവർക്കൊരു മോചനം കൊടുക്കണ്ടേ? അതെന്താണ് ചെയ്യാത്തത്? ഇത് നമ്മൾ ഒന്നാലും ഇസ്ലാം അത് സ്ത്രീകളോട് പറഞ്ഞത്, സ്ത്രീകൾക്ക് ജീവിതം നൽകിയത്, ജീവൻ നൽകിയത്, വസ്ത്രം നൽകിയത്, ഭക്ഷണം നൽകിയത്, ആഭരണങ്ങൾ നൽകിയത്, സുരക്ഷിതത്വം നൽകിയത്, ഇതെല്ലാം സ്ത്രീകളാണ് എന്ന് ഇസ്ലാമിൽ കാണാനായിട്ട് സാധിക്കും. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാനായിട്ട് സാധിക്കും. എല്ലാ ഖത്തീബുമാരും, ലോകത്തുള്ള സകല ഖത്തീബുമാരും ഇന്നത്തെ ഖുതുബയിൽ, വെള്ളിയാഴ്ചത്തെ ഖുതുബയിൽ നിർബന്ധമായും ഓതി കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂറത്തിലെ ഒരു ആയത്ത്, സൂറത്തുൽ നിസായിലെ 1-ാമത്തെ ആയത്ത് ഞാനിവിടെ ഓതി. അത് മക്കയിലെ മദീനയിലെ ഖുതുബ നിങ്ങൾ കേട്ടാലും ഈ 3 ആയത്തുകൾ അവിടെ പറയും. സൂറത്തു ആലി ഇംറാനിലെ ഒരു ആയത്ത്, അതേപോലെ തന്നെ സൂറത്തുൽ നിസായിലെ 1-ാമത്തെ ആയത്ത്, അതേപോലെ തന്നെ അഹ്സാബിലെ അവസാനത്തെ ആയത്ത്. ഈ 3 ആയത്തുകൾ ഞാൻ ഓതി. 2-ാമത് ഓതിയ ആയത്ത് എന്താണ്? ആ ആയത്താണ് സ്ത്രീകൾക്കുള്ള ഇസ്ലാമിലെ സ്ഥാനം, സ്ത്രീകൾ അവരുടെ മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇസ്ലാം തുടക്കം കുറിച്ച ആയത്താണ്. ആ ആയത്തിനെ പറ്റി മാത്രമാണ് എന്റെ സഹോദരങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആയത്ത് തുടങ്ങുന്നത് ഇപ്രകാരമാണ്: യാ അയ്യുഹൻ നാസ്, അല്ലയോ മനുഷ്യരെ. 10 കാര്യങ്ങൾ ആയത്തിൽ നമുക്ക് കാണാം.
10 വിഷയങ്ങൾ ഈ ആയത്തിൽ നമുക്ക് കാണാം. അതിൽ ഒന്നാമത്തത് യാ അയ്യുഹൻ നാസ് എന്ന വിളിയാണ്. ആ വിളിക്കുന്ന വലിയ പ്രത്യേകത ഉണ്ട്. മനുഷ്യരെ എന്ന വിളി. കാരണം മനുഷ്യരെ നല്ല വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓരോരോ പാർട്ടികളും ഓരോരോ ദേശക്കാരും വേഷക്കാരും ഭാഷക്കാരും ഒക്കെ എങ്ങനെയൊക്കെ മനുഷ്യന്മാർക്കിടയിൽ വിടവുകളും വേർതിരിവുകളും വിഭാഗീയതകളും ഉണ്ടാക്കി അത് നോട്ടാക്കി മാറ്റാൻ പറ്റുമോ ആ രീതിയിൽ മനുഷ്യരെ വിഭാഗീയതകളുടെ, വിഘടനവാദങ്ങളുടെ, ഗ്രൂപ്പുകളുടെ, ചെറിയ വിഘടന സ്വഭാവമുള്ള കക്ഷിത്വത്തിന്റെ കൂട്ടിൽ അടച്ചിടുകയും അത് നോട്ടാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം മനുഷ്യൻ ഇന്ന് ഇല്ല. ഒന്നുകിൽ ഹിന്ദു, അല്ലെങ്കിൽ മുസ്ലിം, അല്ലെങ്കിൽ ക്രിസ്ത്യാനി, അല്ലെങ്കിൽ തമിഴൻ, അല്ലെങ്കിൽ മലയാളി, ബംഗാളി, പാകിസ്ഥാനി, ഇന്ത്യക്കാർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മനുഷ്യരെ വ്യത്യസ്തങ്ങളായ തട്ടുകളാക്കി മാറ്റി അതിന്റെ പേരിൽ മനുഷ്യരെ പരസ്പരം തമ്മത്തല്ലി കൊല്ലിച്ചുകൊണ്ടിരിക്കുന്ന നെറികെട്ട രാഷ്ട്രീയമാണ്, ചോരക്കളിയുടെ രാഷ്ട്രീയമാണ് ഇന്ന് ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വിശിഷ്യ അവിടെ യാ അയ്യുഹൻ നാസ്, അല്ലയോ മനുഷ്യരെ എന്ന ആ വിളി എല്ലാവരും ഉൾക്കൊള്ളുന്ന വിളി വിശുദ്ധ ഖുർആൻ 21 പ്രാവശ്യം ഈ ഖുർആൻ ഈ വിളി വിളിച്ചിട്ടുണ്ട്. 21 പ്രാവശ്യം യാ അയ്യുഹൻ നാസ് എന്ന വിളി. എന്നിട്ട് ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ രക്ഷിതാവിനെ, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ റബ്ബുകളുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞില്ല. വ്യത്യസ്തങ്ങളായ ദൈവങ്ങളുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞില്ല. തമിഴന് ഒരു ദൈവം, മലയാളിക്ക് വേറൊരു ദൈവം, ഇന്ത്യക്കാരന് വേറൊരു ദൈവം, പാകിസ്ഥാനിക്ക് വേറൊരു ദൈവം, അറബിക്ക് വേറെ ദൈവം, അനറബിക്ക് വേറെ ദൈവം ഇല്ല. വിഭാഗീയതകളാണ് പഠിപ്പിച്ച ഇസ്ലാം പറഞ്ഞത് ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ എല്ലാവർക്കും ഒരേ ഒരു റബ്ബാണ്, ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഈ തൗഹീദ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതിൽ വലിയ അർത്ഥം കേട്ടോ. ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു മുഷിപ്പ് തോന്നും. ഒരു മുഷിപ്പ് തോന്നണ്ട. ഇത് മനുഷ്യരാശിയുടെ ഇരുലോകത്തിന്റെയും രക്ഷയുടെ നിദാനമാണ്. തൗഹീദ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഏത് വിഷയം പറയുമ്പോൾ ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും, മൂന്നാമത്തേത് ഖുർആൻ പറഞ്ഞു അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. ആരാണോ നിങ്ങളെ സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ചവൻ നിങ്ങൾ സൂക്ഷിക്കണം. എവിടെ നിന്ന് സൃഷ്ടിച്ചു? മിൻ നഫ്സിൻ വാഹിദ, മിൻ നഫ്സിൻ വാഹിദ. ഇവിടെയും മനുഷ്യ ഐക്യം തന്നെയാണ് ഊന്നി പറയുന്നത്. മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ നഫ്സിൽ നിന്ന്, ഒരൊറ്റ ആത്മാവിൽ നിന്ന്, ഒരൊറ്റ മനുഷ്യരിൽ നിന്ന്. മനുഷ്യരെ നിങ്ങൾ വ്യത്യസ്തങ്ങളായ ജാതികളാണ്, വ്യത്യസ്തങ്ങളായ വർണ്ണങ്ങളാണ്, നിറങ്ങളാണ്, ഭാഷകൾ സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ അവസ്ഥയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജനയിതാവ്, നിങ്ങളുടെ പിതാവ് വ്യത്യസ്തങ്ങളാണ് എന്ന് ഖുർആൻ പറഞ്ഞില്ല. മറിച്ച് മിൻ നഫ്സിൻ വാഹിദ, നിങ്ങൾ ആരാണെങ്കിലും, ഏത് മതക്കാരനാണെങ്കിലും, ഏത് ജാതിയാണെങ്കിലും, ഏത് വേഷമാണെങ്കിലും, ഏത് ദേശമാണെങ്കിലും, ഏത് ഭാഷയാണ് സംസാരിക്കുന്നതെങ്കിലും, നിങ്ങളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിന്നാണ്. 4 വർണ്ണങ്ങളില്ല, ചാതുർവർണ്ണങ്ങളില്ല, ഒരൊറ്റ വർണ്ണം. മനുഷ്യൻ എന്ന് പറയുന്ന ഒരൊറ്റ വർണ്ണത്തിൽ നിന്നാണ് നിങ്ങളെല്ലാവരും സൃഷ്ടിച്ചിരിക്കുന്നത്. ആദം അലൈഹിസ്സലാം, അഥവാ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ഇവിടെ തല്ലി അടിച്ചു പൊരിഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, മരിച്ചുകൊണ്ടിരിക്കുന്ന സകലവിന്റെയും രക്ഷിതാവ്, പിതാവ് ഒന്നാണ്. ആദമാണ് ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും രക്ഷിതാവ്. മനുഷ്യരെ നിങ്ങൾ തല്ലേണ്ടതില്ല. ഇത് ഖുർആൻ 4-ാമതായ ആയത്തിൽ പറഞ്ഞു. ഒരൊറ്റ ആയത്തിൽ ഇത്രയോ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. വഖലഖ മിൻഹാ സൗജഹ, 5-ാമത്തേത് ഖുർആൻ പറഞ്ഞു വഖലഖ മിൻഹാ സൗജഹ, അതിൽ നിന്ന് അതിന്റെ ഇണയെയും പടച്ചിട്ടുണ്ട്. അതിൽ നിന്ന്, ആദമിൽ നിന്ന് അതിന്റെ ഇണയെ, ഇനി ഹവ്വാ എന്ന് കാണാം. ആദമിൽ നിന്ന് തന്നെയാണ് അതിന്റെ ഇണയ സ്ത്രീയെ പടച്ചിട്ടുള്ളതും മനുഷ്യനായി കൊണ്ട് തന്നെയാണ് എന്നല്ല, നിന്റെ ഇണയിൽ നിന്ന് തന്നെയാണ് അതിന്റെ തുണയെയും. സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്ന് ചർച്ച പ്രവാചകൻ ജനിക്കുന്നതിന്, ഇസ്ലാം വരുന്നതിന് മുമ്പുണ്ടായിരുന്നു. സ്ത്രീക്ക് ആത്മാവുണ്ടോ, സ്ത്രീ ചെകുത്താനാണോ എന്ന ചർച്ച ഉണ്ടായിരുന്നു. അവിടെയാണ് ഇവിടെ ഖുർആൻ പറയുന്നത് വഖലഖ മിൻഹാ സൗജഹ, സ്ത്രീ ചെകുത്താനിൽ നിന്നുണ്ടായതല്ല. സ്ത്രീ ആത്മാവില്ലാത്തവരല്ല. ആത്മാവുണ്ടെങ്കിൽ തന്നെ മനുഷ്യന്റെ ആത്മാവാണോ ചെകുത്താന്റെ ആത്മാവാണോ എന്ന് മതങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ചരിത്രം നോക്കിക്കോ, മതങ്ങൾ ചർച്ച ചെയ്തിരുന്നു. സ്ത്രീയുടെ ആത്മാവ്
സ്ത്രീയുടെ ഉള്ളിലുള്ള ആത്മാവ് മനുഷ്യന്റെ ആത്മാവാണോ ചെകുത്താന്റെ ആത്മാവാണോ എന്ന് ചർച്ച ചെയ്ത് നമ്മുടെ ഖുർആൻ പറഞ്ഞു, മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ. അതിൽ നിന്ന് തന്നെയാണ് അതിന്റെ ഇണയെയും പടച്ചത്, യഅനി ഹവ്വാ, ഹവ്വായിനെ പടച്ചത്. എന്നിട്ട് ഖുർആൻ ആറാമത്തെ ഖുർആൻ പറഞ്ഞു, വബസ്സ മിൻഹുമാ, വബസ്സ മിൻഹുമാ, അവർ രണ്ടാളിൽ നിന്നുമാണ് പരത്തിയത്. ആ ഒരു ഉമ്മ ഒരു ബാപ്പ അവര് രണ്ടാളിൽ നിന്നുമാണ്. ബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, നിസാഇനെ എടുത്തു പറഞ്ഞു. റിജാലൻ കസീറൻ, ധാരാളം പുരുഷന്മാരെയും, വനിസാഅ, സ്ത്രീകളെയും പടച്ചിട്ടുള്ളത് അതേ ഒരു ഉമ്മയുടെയും ഒരു ബാപ്പയുടെയും ഒരു അമ്മയുടെയും ഒരു അച്ഛന്റെയും അതിൽ നിന്ന് തന്നെയാണ് മുഴുവൻ മനുഷ്യ വിഭാഗങ്ങളെയും പരത്തിയിട്ടുള്ളത്. ലോകം മുഴുവൻ പരന്നത് മിൻ ആദമ വഹവ്വ റിജാലൻ കസീറൻ വനിസാഅ വനശറഹും ഫീ അഖ്താരിൽ ആലം, വനശറ ഫീ അഖ്താരിൽ ആലം, ആലമിന്റെ ഭൂലോകത്തിന്റെ എല്ലാ മൂലകളിലും ഉള്ള മനുഷ്യരെല്ലാവരും ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ഉണ്ടായതാണ്. നമ്മളെല്ലാവരും പെണ്ണിൽ നിന്നുണ്ടായത് കൂടിയാണ്, ആണിൽ നിന്ന് മാത്രമല്ല. പെണ്ണിൽ എന്തിനാണിത്? പെണ്ണിന്റെ കാര്യം, സ്ത്രീകളുടെ കാര്യം ഖുർആൻ ആവർത്തിച്ചു പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കണം. ആവർത്തിച്ചു പറയുന്ന ആ കാര്യം എല്ലാ വെള്ളിയാഴ്ചയിലെ ഖുതുബയിൽ നിർബന്ധമായും ഖതീബ് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു കൊള്ളണം. സ്ത്രീയുടെ മഹത്വം, പെണ്ണിന്റെ മഹത്വം പ്രത്യേകം എടുത്തു പറയുന്ന ആയത്ത് സൂറത്തുൻ നിസാ എന്ന പേര് വെച്ചു. ആ സൂറത്തിന് സൂറത്ത് റിജാൽ എന്ന് പേരില്ല, ഖുർആൻ അങ്ങനെ അധ്യായമില്ല. പുരുഷന്മാർ എന്ന് പറയുന്ന ഒരു അധ്യായം ഖുർആനിലില്ല. സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു അധ്യായം വിശുദ്ധ ഖുർആനിലുണ്ട്. എന്ന് മാത്രമല്ല, അതിൽ സ്ത്രീകളെ കുറിച്ചുള്ള മഹത്വവും ബഹുമാനവും ആദരവും ജനങ്ങളെ പഠിപ്പിക്കുന്നതിന്, വിശ്വാസികളെ പഠിപ്പിക്കുന്നതിന് അള്ളാഹു വാക്കുകൾ ഉപയോഗിച്ചു. എന്ന് മാത്രമല്ല, ആ ആയത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഇമാം മിമ്പറിന്റെ മുകളിൽ നിന്ന് പറയൽ സുന്നത്താക്കി, പ്രവാചകന്റെ ചര്യയാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ونشرهم في أقطار العالم على اختلاف أصنافهم وصفاتهم وألوانهم ولغاتهم. അവരുടെ ഭാഷകളും അവരുടെ നിറങ്ങളും അവരുടെ ഗുണങ്ങളും അവരുടെ രീതികളും എല്ലാം വ്യത്യസ്തമാണ്. എങ്കിലും ഇവരെല്ലാം ഉണ്ടായിട്ടുള്ളത് ഒരു ഉമ്മ, സ്ത്രീ എന്ന് പറയുന്ന ഒരു ഉമ്മയുടെയും പുരുഷൻ എന്ന് പറയുന്ന ഒരു വാപ്പയിൽ നിന്നും പരത്തിയതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. പെണ്ണിന് ആത്മാവുണ്ട് എന്ന കാര്യത്തിലും ആ പെണ്ണിന്റെ ആത്മാവ് മനുഷ്യന്റെ ആത്മാവാണ് എന്ന കാര്യത്തിലും ആ പെണ്ണ് നിങ്ങളുടെ മാതാവാണ് എന്ന കാര്യത്തിലും ആ പെണ്ണിനെ ആദരിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിലും ആ പെണ്ണിനെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിലും പെണ്ണിനെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിലും ഒരു സംശയമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഏറ്റവും ഉത്തമർ ഖിയാദുകും ലിനിസാഇകും, നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും മര്യാദക്ക്, ഏറ്റവും മാന്യമായി, ശ്രേഷ്ഠമായ നിലയിൽ സ്ത്രീകളോട് പെരുമാറുന്നവനാണ് ഏറ്റവും ഉത്തമൻ. അപ്പൊ വീട്ടിൽ പ്രസവിപ്പിക്കല്ല, റിസ്ക് എടുത്തിട്ട് 50,000 രൂപ ലാഭിക്കാൻ, 25,000 രൂപ ലാഭിക്കാൻ, അത് ഹോസ്പിറ്റലിൽ കൊടുക്കാണ്ടിരിക്കാൻ, ഒരു മനുഷ്യ സ്ത്രീയെയും ഒരു കുഞ്ഞിനെയും കൊലക്ക് കൊടുക്കുക എന്നുള്ളത് എന്തായിരിക്കും അതിന്റെ ഹുക്കുമ് എന്ന് നിങ്ങൾ ആലോചിക്കാം. ഈ കാലഘട്ടത്തിൽ ആശുപത്രികളും ഹോസ്പിറ്റലുകളും പരന്ന എല്ലായിടത്തും കാണാൻ കഴിയുന്ന ഈ ഇസ്ലാം എന്ന് പറയുമോ? ഞാൻ പറഞ്ഞ അതാ പോലെ ഇഷ്ടം. പക്ഷെ ഇതിന്റെ പേരിൽ ഇസ്ലാമിന്റെ പേര് എന്തിനും കുതിര കയറും വിഷയം. എനിക്ക് ലോകത്തെ ഇവിടുത്തെ മാധ്യമങ്ങളോട്, ഇവിടുത്തെ സംഘികളോട്, സംഘികളോട്, ഇസ്ലാമിക വിമർശകരോട് ഇത്രമാത്രം മനോഹരമായി പെണ്ണിനെ അവതരിപ്പിച്ച, സ്ത്രീയെ അവതരിപ്പിച്ച, അവരോടുള്ള കടമകൾ പഠിപ്പിച്ച ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തെ വിമർശിക്കാൻ, ആ പ്രവാചകനെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളത്? നിങ്ങളുടെ സ്ത്രീകൾ ജീവിക്കാൻ വേണ്ടി തുണിയില്ലാതെ ഓടേണ്ടി വരുന്ന ഇന്ന് 6-ാം നൂറ്റാണ്ടിലെ കാലല്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തുണിയില്ലാതെ വല്ലോന്റെ മുൻപിൽ നിന്ന് കൊടുക്കേണ്ട ഗതികേടിലാണ് ആധുനിക സൂചിപ്പിക്കാൻ തയ്യാറുണ്ടോ? മോചനം വേണ്ടതല്ലേ? ആ പെണ്ണിന് നാണമാനല്ലേ ഈ റോട്ടിൽ തുണിയില്ലാതെ നടക്കുന്ന പെണ്ണിന്? ഹേമ കമ്മിറ്റി വന്നല്ലോ അടുത്ത കാലത്ത്.
കമ്മിറ്റി വന്നത് എവിടെ പോയി? എത്രയോ സ്ത്രീകൾ, എത്രയോ സിനിമാ നടിമാർ എന്നെ പീഡിപ്പിച്ചു, എന്നെ പിടിക്കാൻ വന്നു, എന്നെ കീഴ്പ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ഡയറക്ടർമാർ, എത്രയോ സിനിമാ നടന്മാർ നിങ്ങളെ സമീപിച്ചതായി എത്രയോ നടിമാർ പറഞ്ഞു. എവിടെ പോയി വാർത്ത? ആ സ്ത്രീകൾക്ക് പോലും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത, നീതി കൊടുക്കാൻ കഴിയാത്ത, ന്യായം കൊടുക്കാൻ കഴിയാത്ത, വസ്ത്രം കൊടുക്കാൻ കഴിയാത്ത, സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയാത്ത ആധുനിക സമൂഹത്തിന് ഇസ്ലാമിനെ വിമർശിക്കാൻ എന്താണ് അവകാശമുള്ളത് എന്ന് നമ്മൾ ചോദിക്കണം. എന്താണ് അവകാശമുള്ളത് എന്ന് നമ്മൾ ചോദിക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്ത് പറഞ്ഞിട്ടാണ്? സ്ത്രീകളുടെ കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു ആദ്യം പറഞ്ഞു. എന്നിട്ട് സ്ത്രീകളുടെ കാര്യം പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലദീ തസഅലൂന ബിഹി വൽ അർഹാം, അല്ലദീ തസഅലൂന ബിഹി, നിങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, അല്ലാഹനെ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, അല്ലാഹനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞെന്തിനാ? വത്തഖുല്ലാഹ അല്ലദീ തസഅലൂന ബിഹി വൽ അർഹാം, ഇത് പറയാൻ വേണ്ടി പറഞ്ഞത്. അല്ലാഹനെ കുറിച്ച്, അല്ലാഹനെ മുൻനിർത്തി നിങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ മുൻനിർത്തി നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അതും നിങ്ങൾ സൂക്ഷിക്കണം. വത്തഖുല്ലാഹ, അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണം. കുടുംബ ബന്ധങ്ങളുണ്ട്, ആ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. അത് മുറിഞ്ഞു പോകുന്നതിൽ നിന്ന് നിങ്ങൾ സൂക്ഷിച്ചു. ഞാനിപ്പോ സാധനം നിങ്ങളുടെ കയ്യിലേക്ക് ഇങ്ങനെ തന്നിട്ട് പറഞ്ഞു ഇത് സൂക്ഷിക്കണോട്ടാന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം, സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ മുസ്ലിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ മുസ്ലിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം വാച്ചിലോട്ടാണ് നോക്കണം, എപ്പോ നിർത്തുന്ന നോക്കണം. വാച്ചിലിങ്ങനെ നോക്കിയിട്ട് അവിടുത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ പറയുന്ന വിഷയമല്ല, പറയുന്ന വിഷയത്തിന്റെ ഗൗരവമല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത്. എപ്പോ ഇതിനകത്ത് നിന്ന് പുറത്തിയാടാൻ പറ്റും എന്നാണ് പല ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് ജൂതന്മാരെ പറ്റി പറഞ്ഞു. ഗൗരവം, നമ്മുടെ കയ്യിലുള്ള ഗ്രന്ഥത്തിന്റെയും വിഷയത്തിന്റെയും പ്രാധാന്യവും ഗൗരവവും സഹോദരങ്ങളെ നമ്മളെങ്കിലും മനസ്സിലാക്കാം. ലോകത്തിന്റെ മോചനം അത് നമ്മുടെ കയ്യിലാണ് എന്ന് അർഹാമിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, അല്ലാഹു സുബ്ഹാനഹു വ തആല റഖീബാണ്, ഹാഫിളാണ്. അല്ലാഹു നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലാഹുവാണ് നിങ്ങളുടെ സംരക്ഷകൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെ പറഞ്ഞത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഖുർആൻ എവിടെയും പെണ്ണിനെ മാറ്റി നിർത്തിയ ഒരു സ്ഥലവും ഖുർആനിൽ കാണാൻ സാധ്യമല്ല. എവിടെ നിങ്ങൾ ഇവിടെ ജോലി എടുക്കുക, ഇവിടെ പരീക്ഷ എഴുതണേ, ആ പരീക്ഷക്ക് പെണ്ണിന് ഇത്ര കുറവ് മാർക്ക്, ആണിന് ഇത്ര മാർക്ക്, അങ്ങനെ ഖുർആൻ പറഞ്ഞില്ല. നമ്മളെ ആധുനിക സമൂഹത്തിൽ പെണ്ണിന്റെ ശമ്പളം വേറെ, ആണിന്റെ ശമ്പളം വേറെയാണ്. നിങ്ങൾ പണസ്ഥലത്ത് പോയി നോക്കിക്കോ, ഇവിടെ സെയിൽസ് ഗേൾസ് ആയിട്ട് പല ജോലികൾക്കും ചെയ്യുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് കൊടുക്കുന്ന ശമ്പളം സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ല. എന്താ കാരണം? ആരാ കൊടുക്കാത്തത്? മുസ്ലിങ്ങളാണോ? 6-ാം നൂറ്റാണ്ടിലെ കാര്യമാണ് ഈ പറയുന്നത്, ഗൾഫിലെ കാര്യമാണ് ഈ പറയുന്നത്. പോയി അന്വേഷിക്കണം മനുഷ്യന്മാരെ. ഒരു പ്രസവം കിട്ടിയിട്ട് ആ പ്രസവത്തിന്റെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളുണ്ടല്ലോ, ആ മാധ്യമങ്ങളൊന്ന് പോയി അന്വേഷിക്കണം. പുരുഷനും പെണ്ണും എടുക്കണം പണി 1, പക്ഷെ കൊടുക്കണം കൂലി 2. എന്താ വ്യത്യാസം? എന്തിനാ പെണ്ണിന് കൂലി കുറച്ചു കൊടുക്കാൻ കാരണം എന്താ? അല്ലാഹു പറഞ്ഞെന്താണെന്നറിയോ? ഫസ്തജാബ ലഹും റബ്ബുഹും, അവന്റെ റബ്ബ് അവർക്ക് ഉത്തരം നൽകി. അന്നീ ലാ ഉളീഅ അമല ആമിലിൻ മിൻകും, നിങ്ങളിലുള്ള ഒരാളുടെയും ഒരു അമലും ഞാൻ പാഴാക്കുകയില്ല, ഞാൻ കുറക്കുകയില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു മിൻ ദക്കരി ഔ ഉൻസ, ആണായാലും പെണ്ണായാലും, ആണായാലും പെണ്ണായാലും നിങ്ങളുടെ പ്രതിഫലം ഞാൻ കുറക്കൂല. പെണ്ണിന് വേറെ കൂലി, ആണിന് വേറെ കൂലി പറഞ്ഞില്ല ഖുർആൻ. ലൗ കഫറന അൻഹും സയ്യാതിഹിം, അവരുടെ പാപങ്ങൾ ഞാൻ പുറത്തു കൊടുക്കും. വലഉദ്ഖിലന്നഹും ജന്നാതി തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആരാമങ്ങളിൽ ഞാൻ അവരെ പ്രവേശിപ്പിക്കും. സവാബൻ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിന്റെ അടുത്തുള്ള പ്രതിഫലമാണത്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ സവാബ്, അല്ലാഹുവിന്റെ ഉത്തമമായ പ്രതിഫലമുണ്ട്. സൂറത്ത് അൽ-ഇംറാൻ 195-ാമത്തെ ആയത്ത്.
മയ്യഅമൽ മിനസ്വാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസാ, ആണാകട്ടെ പെണ്ണാകട്ടെ സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യുന്ന ആരും വഹുവ മുഅ്മിൻ, മുഅ്മിനായി കൊണ്ട് ഫൗലായിക യദ്ഖുലൂനൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവർ പ്രവേശിക്കും. ലാ യുലമൂന നഖിയ, ഒരു തരിമ്പ് പോലും അവർ ആക്രമിക്കപ്പെടുകയില്ല. മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ, ആണാകട്ടെ പെണ്ണാകട്ടെ സ്വാലിഹായ അമലുകൾ ചെയ്താൽ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, ഏറ്റവും നല്ല ശുദ്ധമായ പരിശുദ്ധമായ ഒരു ജീവിതം ഞാൻ അവർക്ക് നൽകും. ആണാകട്ടെ പെണ്ണാകട്ടെ. എന്തിനെടുത്തു പറഞ്ഞു? സൂറത്ത് നഹ്ലിലെ 97-ാമത്തെ ആയത്ത്, സൂറത്ത് നഹ്ൽ 58-ാമത്തെ ആയത്ത്, സൂറത്ത് ഗാഫിറിലെ 40-ാമത്തെ ആയത്ത്. മൻ അമില സയ്യിഅതൻ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ, ഒരാൾ ഒരു തിന്മ ചെയ്താൽ അതിന് തത്തുല്യമായിട്ടല്ലാതെ അവൻ ശിക്ഷിക്കപ്പെടുകയില്ല. വമൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, മുഅ്മിനായി കൊണ്ട് വിശ്വാസിയായി കൊണ്ട് ആണാകട്ടെ പെണ്ണാകട്ടെ സ്വാലിഹായ അമലുകൾ ചെയ്താൽ ഫൗലായിക യദ്ഖുലൂനൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവരെ പ്രവേശിപ്പിക്കും. യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത പ്രതിഫലം അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. സൂറത്ത് ഗാഫിർ. ഇങ്ങനെ എല്ലായിടത്തും ഖുർആൻ ആണിനെയും പെണ്ണിനെയും ഒരേപോലെ കണക്കാക്കുകയും പെണ്ണിന് കൂടുതൽ ഔദാര്യങ്ങൾ അനുഗ്രഹങ്ങൾ കൂടുതൽ നൽകുകയും പെണ്ണിന്റെ സംരക്ഷണവും പെണ്ണിന്റെ സുരക്ഷയും പെണ്ണിന്റെ ജീവിതവും എല്ലാം പുരുഷന്മാരെ നിങ്ങൾ നോക്കിക്കൊള്ളണം എന്ന് പ്രത്യേകമായി ഉണർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പരിശുദ്ധമായ അത്യുന്നതമായ ദർശനമാണ് ഇസ്ലാമിന്റെ ദർശനം എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആൻ അത് പഠിച്ച ജീവിതത്തിൽ പകർത്തി അതിന്റെ പ്രബോധകനാകാൻ നമ്മയും നമ്മുടെ മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. മറ്റൊരു ഹദീസിലുണ്ട്, വഫി സ്വഹീഹൈൻ, ഇമാം മുസ്ലിമും ബുഖാരിയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിൽ, മൻ യലി മിൻ ഹാദിഹിൽ ബനാതി ശൈആ, ഈ പെൺമക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ആരെങ്കിലും അവരുടെ നിയന്ത്രണം അവരുടെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കുകയും പെൺമക്കളുടെ കാര്യത്തിൽ ഫഅഹ്സന ഇലൈഹിന്ന, ഏറ്റവും നല്ല ഉത്തമമായ നിലക്ക് അഹ്സനായ നിലക്ക് അത് നിർവഹിക്കുകയും ചെയ്താൽ കുന്നലഹു സിത്റൻ മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള ഒരു പരിച ഒരു മറയായി നിങ്ങളുടെ പെൺമക്കൾ മാറും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിൽ നിന്നുള്ള മറയായി പെൺമക്കൾ മാറും എന്ന് നിങ്ങൾ നോക്കൂ. ഇതില്ല അവരുടെ ഹക്കിന് തുല്യമായത് ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയോ അല്ലാഹുവിന്റെ റസൂലോ പുരുഷന്മാരെ പറ്റി ആൺമക്കളെ നോക്കുന്നതിനെ പറ്റി അതിന് പ്രതിഫലമുണ്ട്. പക്ഷേ ഇത്രയും പെൺമക്കളെ നോക്കുന്ന അത്രയും പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആൺമക്കളെ സംബന്ധിച്ച് പറഞ്ഞില്ല. അത്രമാത്രം ഇസ്ലാമിനെ പരിഗണിച്ച പെൺമക്കളെ പരിഗണിച്ച ദീനാണ് ഇസ്ലാം എന്ന് നമ്മൾ തിരിച്ചറിയുക. അതിന്റെ